എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം പറഞ്ഞുകൊണ്ട് PSC ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 1, 4, 8, 9 അറിയത്തില്ല. ഓപ്ഷൻ അത് നോക്കി 27 ഉണ്ട്, 11 ഉണ്ട്, 16 ഉണ്ട്, 12 ഉണ്ട്. അപ്പോൾ ഇനി വേണമെങ്കിൽ നമുക്ക് 12 വേണം ഇട്ട് കൊടുക്കാം, 11 ഇട്ട് കൊടുക്കാം. പക്ഷേ പ്രൈം നമ്പർ ഇവിടെ വരുമോ നോക്കി. 1ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 3ആണ്, 4ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 4ആണ്, 8ഉം 9ഉം തമ്മിലുള്ള വ്യത്യാസം 1. അപ്പോൾ അത് നടക്കുകയില്ല. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു കൺസെപ്റ്റ് എടുത്ത് മാറ്റി പൊതുവ്യത്യാസത്തിൻ്റെ കേസ് വിട്ടു. ഇനി നമ്മൾ നോക്കി 1, 4, 8, 9 ഇതിലൊരു പോംവഴി നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കി, നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1 ആണെന്ന് നമുക്കറിയാം. 1ൻ്റെ ക്യൂബ് എത്രയാണ്? അതും 1 എന്നറിയാം. 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. 2ൻ്റെ സ്ക്വയർ 4. നമ്മൾ പഠിച്ചായിരുന്നേ. 2ൻ്റെ ക്യൂബും കൂടെ നമ്മൾ ഈ കൂടെ പഠിക്കും. 2ൻ്റെ ക്യൂബ് എത്രയാണ്? അത് 8 ആണ്. 2ൻ്റെ ക്യൂബ് 8 ആണ്. അങ്ങനെയെങ്കിൽ 2ൻ്റെ സ്ക്വയർ 4, 2ൻ്റെ ക്യൂബ് 8. അപ്പോൾ ഈ പറയുന്ന സംഖ്യകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി 3ൻ്റെ സ്ക്വയർ നമുക്കറിയാം. 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9. അപ്പം നോക്കി, 1 സ്ക്വയർ 1, 1 ക്യൂബ് 1, 2 സ്ക്വയർ 4, 2 ക്യൂബ് 8, 3 സ്ക്വയർ 9, 3 ക്യൂബ് ആയിരുന്നെങ്കിൽ 27 വന്നേനെ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്ന കേസ് കേട്ട് നോക്കി. 1 ക്യൂബ് 2 സ്ക്വയർ 2 ക്യൂബ് 3 സ്ക്വയർ. അടുത്ത ഏത് പറഞ്ഞായിരുന്നു? 3 ക്യൂബ് വരണമായിരുന്നു. 3 ക്യൂബ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഏതായിട്ട് വരും? 3 ക്യൂബ് എന്ന് പറയുന്നത് 27. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ? 27. അത് നോക്കണേ. ക്യൂബിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, ക്യൂബും സ്ക്വയറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പം നമ്മളിവിടെ ചെയ്ത് ഇത്രേ ഉള്ളൂ പരിപാടി. സ്ക്വയർ ക്യൂബ്, സ്ക്വയർ ക്യൂബ്, സ്ക്വയർ ക്യൂബ്. അപ്പോൾ ആദ്യത്തെ നമ്മളിവിടെ എടുത്തേക്കണ 1 ക്യൂബ് ആയിരുന്നു. രണ്ടാമത്തെ 2 സ്ക്വയർ. അടുത്ത ടൈം 2 ക്യൂബ് ആയിരുന്നു. അടുത്ത ടൈം 3 സ്ക്വയർ ആയിരുന്നു. അടുത്ത ടൈം 3 ക്യൂബ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ 27. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. 8, 18, 32, 50, 72 നമുക്ക് കണ്ടുപിടിക്കണം. 8, 18, 8 × 2 16 + 2. അങ്ങനെ ഒരു കൺസെപ്റ്റ് നോക്കാവോ? 8 × 2, 8 2 16, 16 + 2 നമുക്ക് 18 കിട്ടും. ഇനി 18 × 2, 18 2 36. അയ്യോ, അപ്പോൾ അത് നടക്കത്തില്ലല്ലോ. അപ്പോൾ അത് ശരിയായില്ല. അപ്പോൾ നമ്മുടെ ആ കൺസെപ്റ്റ് തെറ്റാ അല്ലേ? ശരി നോക്കി. 8 2 16ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 18 കിട്ടി. ആദ്യത്തെ ശരിയാണ്. ഇനി രണ്ടാമത്തെ നമ്മൾ ആ സെയിം സീരീസ് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് സെയിം മെത്തേഡിൽ നമ്മളൊന്ന് ഓപ്പറേറ്റ് ചെയ്തു. 18 × 2 36 + 2. 18 2 36 ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ കൂടെ 2 കൂട്ടിയാൽ ഒരു കാരണവശാലും നമുക്ക് 32 കിട്ടത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇതല്ല നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ വേറെ എന്തോ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, 8 18 18 32 32 50. അപ്പോൾ അതായത് ഇതിവിടെ വലിയൊരു ഇൻക്രീസ് ഇല്ല ഇവിടെ. അപ്പോൾ നമ്മൾ ഇവയുടെ വ്യത്യാസം ഒന്ന് ചുമ്മാ നോക്കി. 8ഉം 18ൻ്റെയും വ്യത്യാസം എത്രയാണ്? 10. 18ഉം 32ൻ്റെയും വ്യത്യാസം എത്രയാണ്? 18. 18ൻ്റെ കൂടെ 10 കൂട്ടി 28. ഒരു 32ലേക്ക് എത്തണമെങ്കിൽ 4ഉം കൂടെ 14. ഞാൻ പറഞ്ഞു പേനയും പേപ്പറും എടുത്ത് നമ്മൾ പോകരുത്. നമ്മൾ മണ്ടത്തരമായിരിക്കും കാണിക്കുന്നത്. സമയം നമ്മുടെ പോവും. ഇനി 32ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 50 വരുന്നത്? 32, 42, 8ഉം 2ഉം 10. അപ്പം ഇത് 18. 10, 18, 8 18 ആണെങ്കിൽ 10, 18 32 ആണെങ്കിൽ 14, 32 50 ആകണമെങ്കിലോ 18. ഇനി അടുത്ത എളുപ്പമാണ്. 50 72 ആണ്. 50ഉം 2ഉം 50 + 20 70, 72. 22ൻ്റെ വ്യത്യാസം. ഇനി നമുക്ക് പാറ്റേണായി നോക്കി. 10 14 14 18 പൊതുവ്യത്യാസം നോക്കണേ. 10 14, 14 18, 18 22 മാറി. അങ്ങനെയെങ്കിൽ 22 എന്ന് പറയുന്നത് അടുത്തത് എത്രയായിരിക്കണം? 18 22 ആണെങ്കിൽ 4ൻ്റെ വ്യത്യാസം. അപ്പം ഇവിടെ ഏതായിരിക്കും? 22 4ഉം 26. 22 4ഉം 26. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? നമ്മൾ 26ൻ്റെ കൂടെ തൊട്ടടുത്ത സംഖ്യ കൂട്ടണം. അപ്പോൾ 72 26 കൂടെ നമ്മൾ കൂട്ടാൻ പോവുക. ഞാൻ മുമ്പേ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ നമ്മളിവിടെ എടുക്കുകയാണ്.
ഓപ്ഷനകത്ത് നോക്കി 0, 8, 6 അവസാന സംഖ്യകൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ 2ൻ്റെ കൂടെ 6 കൂട്ടിയാൽ എത്രയേ അവസാനിക്കാൻ പറ്റത്തുള്ളൂ? അവസാന സംഖ്യ എത്രയിൽ അവസാനിക്കാൻ പാടുള്ളൂ? 8ൽ. ഇവിടെ 8ൽ അവസാനിക്കുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, ഇതേ കിടക്കുന്നു, ഇവിടെ കിടക്കുന്നു 98, ഓപ്ഷൻ ബി. ഇനി ഞാൻ പറയുന്നത് സംശയമുണ്ട്, അങ്ങനെയെങ്കിൽ 72ൻ്റെ കൂടെ 26 ഒന്ന് ആഡ് ചെയ്ത് നോക്കുന്നു. 6 2 8, 7 2 9, 98. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിച്ചുകൊള്ളുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരുന്ന എൽഡിയിൽ നല്ലൊരു റാങ്കോടെ നിങ്ങൾ പാസ്സാവും. അപ്പം നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. 8 18 ആകാൻ 10ൻ്റെ വ്യത്യാസം, 18 32 ആകാൻ 14ൻ്റെ വ്യത്യാസം, 32 50 ആകാൻ വേണ്ടിയിട്ട് 18ൻ്റെ വ്യത്യാസവും, 50 72 ആകാൻ 22ൻ്റെ വ്യത്യാസവുമാണ്. അങ്ങനെയെങ്കിൽ 26ൻ്റെ വ്യത്യാസമാണ് അടുത്തത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സംഖ്യയുടെ കൂടെ ആഡ് ചെയ്തു, തൊട്ടടുത്ത സംഖ്യയുടെ കൂടെ ആഡ് ചെയ്തപ്പം 72ഉം 26ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 98 നമ്മുടെ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, 1331, 729, 343, 125. ഇതെന്തൊരു ക്വസ്റ്റ്യനാണ്? 1331, ഇത്രയും വലിയ ക്വസ്റ്റ്യനോ? 1331. ഈ 1331 നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണാൻ പോകുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ക്യൂബിൻ്റെ കാര്യം, ഘനം എന്ന കാര്യം നമ്മൾ പറയുന്നു. ശ്രദ്ധിക്കണേ, ക്യൂബിൻ്റെ മലയാളമാണ് ഘനം എന്ന് പറയുന്നത്. ഘനം, ക്യൂബിൻ്റെ മലയാളമാണ് ഘനം എന്ന് പറയുന്നത്. അപ്പോൾ ഘനം മൂലം എന്ന് ചോദിച്ചാൽ ക്യൂബ് റൂട്ടാണ്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ വർഗ്ഗമാണ്. വർഗ്ഗമൂലം എന്ന് ചോദിച്ചാൽ അത് ക്യൂബ് റൂട്ടാണ്. ഓക്കെ ആണേ, മാറിപ്പോകരുത് രണ്ട് കാര്യവും. അപ്പോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നുകൂടെ പറയുകയാണ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യനെ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ സംഖ്യേനെ അതുകൊണ്ട് തന്നെ നമ്മൾ ഗുണിക്കുന്നതിന്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 2 4. ഇതിനെ നമ്മൾ പവറായിട്ട് 2 സ്ക്വയർ അല്ലെങ്കിൽ 2 raised to 2 എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. അതുപോലെ നമ്മൾ 4ൻ്റെ സ്ക്വയർ കാണാൻ 4നെ 4 കൊണ്ട് തന്നെ ഗുണിച്ച് 16. 16 എന്ന് പറയുമ്പോൾ 4ൻ്റെ സ്ക്വയർ. ഓക്കെ ആണ്, ഇത് സ്ക്വയറിൻ്റെ കേസ്. ക്യൂബ് ആണെങ്കിലോ 3 × 3 × 3 അല്ലേ ക്യൂബ് എന്ന് പറയുമ്പം, അല്ലേ 3 അല്ലേ ക്യൂബ്? അങ്ങനെയെങ്കിൽ ഏതിൻ്റെ ക്യൂബാണോ കാണേണ്ടത് അതിനെ 3 തവണ അങ്ങ് ഗുണിക്കുക. 3 × 3 9, 9 3 27. ഇതിനെ നമ്മൾ എഴുതുന്നത് 3 ക്യൂബ് എന്നാണ് എഴുതുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മളൊരു 10 11 വരെയുള്ള ക്യൂബ് നമ്മൾ പഠിക്കും. അപ്പോൾ 1ൻ്റെ ക്യൂബ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. 1 ക്യൂബ് എത്രയാ? അത് 1. 2 ക്യൂബ് എത്രയായിരിക്കും? അത് 8. ഈ കൂടെ പഠിക്കണേ, ഇനി നമുക്ക് പഠിക്കാൻ സമയമില്ല. 2 ക്യൂബ് 8. 3 ക്യൂബ് എത്രയാ? അത് 27 ആയിരിക്കും. 1 ക്യൂബ് 1, 2 ക്യൂബ് കൂടെ പറഞ്ഞേ 2 ക്യൂബ് 8, 3 ക്യൂബ് 27. 4 ക്യൂബ് എന്ന് പറയുന്നത് എത്രയാ? 4 സ്ക്വയർ നമുക്കറിയാം 16. അങ്ങനെയെങ്കിൽ 4 ക്യൂബ് 64. 5 ക്യൂബ്, 5ൻ്റെ ക്യൂബ് 1125. 1125 അല്ല 125. അപ്പം 5ൻ്റെ ക്യൂബ് 125. മറന്നു പോകരുത്. 5 വരെയുള്ള കാര്യം. 1 ക്യൂബ് 1, 2 ക്യൂബ് 8, 3 ക്യൂബ് 27, 4 ക്യൂബ് 64, 5 ക്യൂബ് 125. 125 പഠിച്ചോണം. ഇനി നമുക്ക് പഠിക്കാൻ സമയമില്ല. 6 ക്യൂബ് എന്ന് ഓർത്ത് വേഗം പറഞ്ഞേ, അത് 216 ആയിരിക്കും. 6 ക്യൂബ് 216. 7 ക്യൂബോ 343. 8 ക്യൂബോ, 8 ക്യൂബ് എന്ന് പറയുന്നത് 512 ആയിരിക്കും. പറഞ്ഞേ 8 ക്യൂബ് 512. ഇനി നമുക്കറിയാവുന്ന 9 ക്യൂബ്. 9 ക്യൂബ് എന്ന് പറയുമ്പം 729, 729. അപ്പോൾ ഇവിടെ തൊട്ട് നമുക്ക് പഠിക്കാൻ ഇച്ചിരി പാടായിരിക്കും. 6ൻ്റെ ക്യൂബ് 216, 7ൻ്റെ ക്യൂബ് 343, 8ൻ്റെ ക്യൂബ് 512, 9ൻ്റെ ക്യൂബ് 729. ഇനി ഏറ്റവും നമുക്ക് എളുപ്പമുള്ള സാധനം 10ൻ്റെ ക്യൂബ് എത്രയായിരിക്കും? 1000. ഇതേ ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കും. 11 ക്യൂബ്, 11ൻ്റെ ക്യൂബ് എത്രയായിരിക്കും? അതായിരിക്കും നമ്മളുടെ 1331. ഓക്കെ അല്ലേ? 1331. ഒരെണ്ണം കൂടെ പഠിച്ചു വെച്ചോ. 12ൻ്റെ ക്യൂബ്. 12ൻ്റെ ക്യൂബ് എന്ന് പറയുന്നതാണ് 1728. ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം രാമാനുജൻ സംഖ്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതല്ല, ഇതിൻ്റെ കൂടെ നമ്മൾ 2 സ്ക്വയേഴ്സിൻ്റെ സമ്മ, ക്യൂബിൻ്റെ സമ്മ 1729 ഒക്കെ വരുന്ന കേസൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള. അതൊന്നും നമ്മളിവിടെ പറയുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്ര പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 10 ക്യൂബ്, 11 ക്യൂബ്, 12 ക്യൂബ്, 8 ക്യൂബ്, 9 ക്യൂബ്, 6 ക്യൂബ്, 7 ക്യൂബ്, 5 ക്യൂബ്. ബാക്കിത്തെ നമുക്ക് സിമ്പിളാണ്. ഇത്രയും കാര്യങ്ങൾ തറവായിട്ട് പഠിക്കാം.
ഇനി നമ്മൾ ക്വസ്റ്റിലേക്ക് തിരിച്ചു വരുന്നു. ആദ്യത്തെ സംഖ്യ 1331. ഇവിടെ എവിടെയെങ്കിലും കണ്ടോ നോക്കി 1331. അപ്പോൾ ഇത് 11 ക്യൂബാണെന്ന് ഉറപ്പിച്ചു. 729 അത് നോക്കി ഇവിടെ കിടക്കുന്നു 729. അതെത്രയാ 9ൻ്റെ ക്യൂബ്. അടുത്തത് ഏതാ 343 എന്ന് പറയുമ്പോൾ എവിടെയാണ് കിടക്കുന്നത്? ഇതേ കിടക്കുന്നു 343. അതാണ് 7 ക്യൂബ്. അപ്പം 343 എന്ന് പറയുന്നത് 7 ക്യൂബ്. ഇനി അടുത്ത ഏതാ ഉള്ളത്? 125 ആകെ എടുക്കണേ. അതെത്രയാ? അത് 5ൻ്റെ ക്യൂബ്. ഇനി നമ്മുടെ സീരീസ് ഏകദേശം റെഡിയായി. 11 ക്യൂബ്, 9 ക്യൂബ്, 7 ക്യൂബ്, 5 ക്യൂബ്. അപ്പം നോക്കി ഒറ്റ സംഖ്യകളുടെ ക്യൂബ് കുറഞ്ഞു വരിക. 11, 9, 7, 5. അപ്പം ഈ 5 കഴിഞ്ഞ് അടുത്ത ഒറ്റ സംഖ്യ ഏതാ വരാൻ പാടുള്ളൂ? അത് 3 ആണ്. 3 എന്ന് പറയുന്നത് നമ്മളിവിടെ എവിടെയോ എഴുതി വെച്ചു. 3 ക്യൂബ്. ഇത് 3 ക്യൂബ് വരണം. 3 ക്യൂബ് ഏതാ? 27. 3 ക്യൂബ് 27. ഓപ്ഷൻ എ. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റിന് 5, 11, 17 -31, 41. 5, 11, 17 -31, 41. അപ്പോൾ 5 ശരിയാണല്ലോ. നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്നു. ഡിഫറൻസ് നോക്കി. ഇപ്പോൾ നമുക്ക് അഡീഷണൽ സബ്ട്രാക്ഷൻ ആയിരിക്കണമല്ലോ. അപ്പോൾ നമ്മൾ നോക്കി 5, 11, 17 നോക്കി ഡിഫറൻസ് 6. 6, 5, 11. 11, 6, 17. അപ്പോൾ ഇതായിരിക്കും പാറ്റേൺ അല്ലേ? നോക്കി ആദ്യത്തെ 2 കേസ് സക്സസ് ആയി. 6, 5, 11, 11, 6, 17. അങ്ങനെയെങ്കിൽ അടുത്ത ടൈം ഏതായിരിക്കണം? 17ഉം 6ഉം കൂടെ കൂട്ടി 6, 7, 13, 23 വരണം. ഓക്കെ, ഓപ്ഷൻ എ 23. അങ്ങനെയെങ്കിൽ നോക്കി ഓപ്ഷൻ എ 23 നമുക്ക് കിട്ടി. 23ൻ്റെ കൂടെ 6 കൂട്ടിയാൽ അടുത്ത പാറ്റേൺ ശരിയാണോ നമ്മൾ നോക്കണ്ട. അങ്ങനെയാണെങ്കിൽ എല്ലാ കേസിലും ശരിയാണോ? 23 ആണെങ്കിൽ അതായത് 5, 11, 17 ഇത് 23 ആണെങ്കിൽ അടുത്ത 31 ആണെങ്കിൽ 41. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ഇവിടെയെല്ലാം നമുക്ക് കറക്റ്റാണ്. 6ആണ്. 23ഉം 6ഉം 29 വരാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ 31. ഇത് നോക്കിയേ, ഇവിടെ 6, 31ഉം 6, 37 വരാനേ പാടുള്ളൂ. പക്ഷേ ഇവിടെയോ 41 വന്നിരിക്കണേ. അപ്പോൾ നമ്മുടെ പാറ്റേൺ തെറ്റിപ്പോയി. അപ്പോൾ അതല്ല. അപ്പോൾ ഇനി എന്താ വരേണ്ടത്? ശരിക്കും ആൻസറും കിടപ്പുണ്ട് ഓപ്ഷന്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി ഇങ്ങനെയാണ്. എക്സാമിൻ്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നേരെ ഇങ്ങനെ നോക്കി 2 സക്സസ് ആണ്, 3ാമത്തെ സക്സസ് ആണ്. ഓക്കെ, ചാടിക്കുത്തി നമ്മൾ ആൻസർ ഓപ്ഷൻ എയ്ക്കകത്ത് 23 കിടപ്പുണ്ട്. നമ്മൾ ചെയ്യും, തെറ്റിപ്പോവും. ഒരു മാർക്കല്ല 1.33 മാർക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോകും. ഒരു ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോകാൻ ഏറ്റവും കുറഞ്ഞ മാർക്കാണ് 1.33 എന്ന് പറയുന്നത്. എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാലോ, ഒരു ലിസ്റ്റ് കയറാനും അതിൽ നിന്ന് ഇറങ്ങാനും ഒരു ജോലി കിട്ടാനൊക്കെ ഇന്ന് ഒരു 0.33 എന്ന് പറയുന്നത് എന്തുമാത്രം വിലപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് നമ്മൾ ഒരു ജോലിയിൽ നിന്ന് നമുക്ക് കൈവിട്ടു പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിത് പാറ്റേൺ ശരിക്കാണോ എന്ന് മൊത്തം കേസിലൊന്ന് നോക്കണം. ഇവിടെ നമ്മൾ ആദ്യത്തെ 3 കേസിൽ സക്സസ് ആയിരുന്നു. അടുത്ത കേസ് തൊട്ടാണ് ഇത് സക്സസ് ആകാതെ പോയത്. പക്ഷേ ഓപ്ഷനകത്ത് 23 ആദ്യം തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അതല്ല. അപ്പോൾ ഇനി ഇതിനകത്ത് എന്തൊരു പോംവഴിയുള്ളത്? അപ്പം നമ്മൾ ഇവിടെ എല്ലാം ഒന്ന് നോക്കി, സംഖ്യകളെ എല്ലാം നോക്കി. 5, 11, 17, 31, 41 ഇതെവിടെയോ നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയായിരുന്നു? നമ്മൾ പ്രൈം നമ്പർ എന്നൊക്കെ പറഞ്ഞൊരു കാര്യം എഴുതിയത് ഓർക്കുന്നുണ്ടോ? പ്രൈം നമ്പറിനകത്ത് അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇനി ഓപ്ഷനും കൂടി നോക്കി. 23, 19, 29, 27. 27 പ്രൈം നമ്പറല്ല, ബാക്കിത്തെയൊക്കെ പ്രൈം നമ്പറാണ് അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മളൊന്ന് ചുമ്മാ ഒന്ന് എഴുതുവാണേ. പ്രൈം നമ്പർ ഒന്നുകൂടി എഴുതുക കേട്ടോ. 5 അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ല. 1, 3 ഒന്നും എഴുതുന്നില്ല. 5, 7 കഴിഞ്ഞാൽ നമുക്ക് ഏതാ പ്രൈം നമ്പർ? 11 ഉണ്ട്, പിന്നെ 13 ഉണ്ട്. 13 കഴിഞ്ഞാൽ പിന്നെ പ്രൈം നമ്പർ 17 ആണ്. പിന്നെ 19 ഉണ്ട്. 19 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ 23 ആണ്. 25 ഇല്ല, 27 ഇല്ല, 29 ഉണ്ട്. 29 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ 31 ആണ്. 31 കഴിഞ്ഞാൽ 32 ഇല്ല, 33 ഇല്ല, 37 ആണ്. അടുത്തത് ഏതായിരിക്കണം? 41. ഇത് കണ്ടിട്ട് എന്തെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടോ? ഇത് കണ്ടിട്ട് നമുക്ക് തോന്നുമ്പോൾ ഇവിടെ ഒരു വിഷയമുണ്ട്. നോക്കിയേ, 5 കഴിഞ്ഞാൽ 7 ആയിരുന്നു വരണ്ട, അതില്ല. നമ്മുടെ പാറ്റേൺ ശരിയാണെന്ന് നോക്കിയേ. ഒന്നിടപെട്ട പ്രൈം നമ്പർ 5, 11, 11, 11, 17, 17 കഴിഞ്ഞാൽ 23 വരണമായിരുന്നു. അങ്ങനെയെങ്കിൽ 31, 31 കഴിഞ്ഞ് ഒന്നിടപെട്ടത് 41.
അപ്പോൾ നോക്കി നമ്മളെ PSC പറ്റിച്ചത് കണ്ടോ. ആൻസർ നമുക്ക് 23 നമുക്ക് കിട്ടി, പക്ഷേ പാറ്റേൺ നമ്മൾ ഉദ്ദേശിച്ച പാറ്റേൺ അല്ലായിരുന്നു. അപ്പോൾ ആ പാറ്റേൺ ഏതായിരുന്നു? പ്രൈം നമ്പറിൻ്റെ ഒന്ന് ഇടപെട്ടുള്ള സംഖ്യകളായിരുന്നു. നോക്കി 5, 11 നോക്കിയാണോ ശരിയാണോ നോക്കി. പാറ്റേൺ 5, 11, 17, 11 കഴിഞ്ഞ് 13 എടുത്തില്ല, 17, 17 കഴിഞ്ഞ് 23, 23 കഴിഞ്ഞാൽ നമുക്ക് 31 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ ഏതാ? 37 ആയിരുന്നു. നമുക്കത് വേണ്ട, ഒന്നിടപെട്ടതല്ലേ, അപ്പം 41. നമ്മുടെ ആൻസർ അപ്പോൾ ഏതായിരുന്നു? ഓപ്ഷൻ എ ആണ്, 23 നമ്മുടെ ആൻസർ. നമുക്ക് കിട്ടി എന്ന് പറഞ്ഞത് സമ്മതിച്ചു, പക്ഷേ പാറ്റേൺ നമ്മുടെ വ്യത്യാസമായിരുന്നു. ഓക്കെയാണ്. അപ്പം നമ്മൾ ഒരു വ്യത്യസ്ത ഒരു മോഡലായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടത്. ആ മോഡൽ ഏതായിരുന്നു ഒന്നുകൂടെ ഒന്ന് തറവായിട്ട് നോക്കണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ 5, 11, 17ൻ്റെ ആൻസർ 23. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 25, 35, 55, 120-125. 25, 35, 55, 125. ഓക്കെ, ഇത് നമുക്ക് ഒരു സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഡിഫറൻസ് നോക്കാം. ഞാൻ പറഞ്ഞു ഈ ഡിഫറൻസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇത് നോക്കി, ഇത് വലിയ ഇൻക്രീസ് ഒന്നുമില്ല. നോക്കി 25, 35, 55, 125, വലിയൊരു ഇൻക്രീസ് ആയില്ല. അപ്പോൾ ഇത് എന്തോ ഒരു സമ്മ് ചെയ്യോ ഡിഫറൻസ് ചെയ്യോ അങ്ങനെ എന്തൊക്കെയോ ഒരു കാര്യം. നമ്മൾ ഒന്നിൽ നിന്ന് രണ്ടാമത്തെ ടൈമിലേക്ക് വരുമ്പോൾ അത് കൂടിക്കൂടി വരിക. അപ്പോൾ നമുക്കറിയാം ഇത് ഡിഫറൻസ് അല്ല, ഇത് അഡീഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 25, 35 നമുക്കറിയാം. 25, 35 ആണെങ്കിൽ 10ൻ്റെ വ്യത്യാസം. 35, 55 ആണെങ്കിൽ 20ൻ്റെ വ്യത്യാസം. 55 ഇതായി, ചുമ്മാ നമ്മളൊന്ന് അസ്യൂം ചെയ്യാണ്. 55 ഇത് 10, 20ആയി, 20, 30 എന്ന് ചുമ്മാ ഒന്ന് കൂട്ടിക്ക്. അങ്ങനെയെങ്കിൽ 50ൻ്റെ കൂടെ 30 കൂട്ടുമ്പോൾ 85. നോക്കാം, അറിയത്തില്ല ശരിയാണോ എന്ന് അറിയത്തില്ല. അപ്പം 30 കൂട്ടിയപ്പോൾ 85 കിട്ടി. 85ൻ്റെ കൂടെ അടുത്തത് എത്രയാണ്? ഇത് 10, 20ആയി, 30ആയി. 30 അടുത്തത് 40 ആകണം. അപ്പോൾ 8, 85ൻ്റെ കൂടെ 40 കൂട്ടുമ്പോൾ 8, 4, 12, 125. അപ്പോൾ ശരിയാവുമല്ലോ. അപ്പോൾ നമ്മുടെ കൺസെപ്റ്റ് റെഡിയാണ്. 10, 20, 30, 40 ആയിരിക്കും അവയുടെ വ്യത്യാസം. അങ്ങനെ ആൻസർ നമ്മൾ നോക്കിയപ്പോൾ ഓപ്ഷൻ സിക്കകത്ത് 85 കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 85 ആയിരിക്കും ആൻസർ. നമ്മൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയുള്ള ഡിഫറൻസ് നോക്കി. 25, 35, 10ആണ്. 35, 55 വ്യത്യാസം 20ആണ്. 55 അടുത്തത് പൊതുവ്യത്യാസം 30 ആയിട്ടാണ് നമ്മളങ്ങ് അസ്യൂം ചെയ്യുകയാണ്. അപ്പം 30, 55, 85 അത് സക്സസ് ആയി. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് 40 വരണം പൊതുവ്യത്യാസം. ഇവർ തമ്മിലുള്ള വ്യത്യാസം അത് 40 ഇവിടെ കിട്ടുന്നുമുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 85. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ 1, 0, 3, 2, 5, 6 ഡാഷ് 12, 9, 20. ഓക്കെ, 1, 0. അപ്പോൾ 1 -1 1 - 1 0ആയി. 0 + 3 3ആയി. 3 - 1 2. ഓക്കെ ശരിയാണല്ലോ. +3 5 5 + 1. അയ്യോ അത് തെറ്റിപ്പോയല്ലോ, ശരിയാവില്ലല്ലോ. നോക്കിയാൽ നമ്മൾ പറഞ്ഞത് -1 ആയിരുന്നെങ്കിൽ ശരിയായേനെ, പക്ഷെ അവിടെ +1 ആയിപ്പോയി. ആ ഒരു വ്യത്യാസം ഈ ഒരു കേസിൽ +1 ആയി. അപ്പോൾ ഇത് നമ്മുടെ കൺസെപ്റ്റ് തെറ്റായി നമുക്ക് ഉറപ്പിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അടുത്തൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോവുകയാണേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളൊരു മാർഗം ഒന്നിടപെട്ടതൊന്ന് നോക്കിയാലോ. ഒന്നിടപെട്ടതൊന്ന് നോക്കിയാലോ നമുക്ക്. ഒന്നിടപെട്ടത് നോക്കുമ്പം നമുക്ക് 1 ഉണ്ട്, അടുത്ത് 3 ആയി. 3 കഴിഞ്ഞാൽ അടുത്ത 5 ആയി. 5 കഴിഞ്ഞാൽ എത്രയോ വരണം അറിയില്ല. അടുത്തത് 9. ഇത് കഴിഞ്ഞാൽ അടുത്ത് 9 വരണം. അങ്ങനെയെങ്കിൽ 1, 3, 5 എത്രയോ അടുത്ത 9. ഇത് എവിടെയോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇതിനെയാണ് നമ്മൾ ആദ്യമേ വിളിച്ചത് ഒറ്റ സംഖ്യകളുടെ ശ്രേണി അല്ലെങ്കിൽ ഓഡ് നമ്പറിൻ്റെ ശ്രേണി എന്ന് നമ്മൾ വിളിച്ചത് അല്ലേ? ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ചുമ്മാ നമുക്ക് ഒന്നുകൂടി നോക്കിയേക്കാം. അടുത്ത ഓൾട്ടറേറ്റ് നോക്കിയേ. 0, 2, 2ൻ്റെ കൂടെ ഇത് 2 കൂടി, ഇത് 4 കൂടി, ഇത് 6 കൂടി, ഇത് 8 കൂടി. ഇതും ഒരു ശ്രേണിയിലാണ്. അപ്പോൾ ഇവിടുത്തെ കേസ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്നായിരുന്നു. ഒന്നിടപെട്ട സംഖ്യകൾ എന്ത് ചെയ്തു? അത് ഒറ്റ സംഖ്യകളുടെ ഒരു ശ്രേണിയായിരുന്നു. 1, 3, 5 അടുത്തത് ഏത് പറഞ്ഞായിരുന്നു? 7 വന്നാൽ മതി. ഓപ്ഷൻ സിയിൽ 7 കിടപ്പുണ്ട്. നമ്മുടെ ആൻസർ 7. അപ്പോൾ നമ്മൾ ഓർക്കും അടുത്തടുത്ത സംഖ്യകളൊക്കെ ആണല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മുടെ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ വെറുതെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും, നമുക്ക് കിട്ടത്തില്ലാതെ വരും. അപ്പോൾ ഈ മോഡലുകളല്ല, നമ്മൾ പല മോഡലുകളാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാ മോഡലുകളും ഒന്ന് നല്ലപോലെ ചെയ്ത് തറവാകണം. എങ്കിൽ മാത്രം നമുക്ക് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഓൾട്ടർനേറ്റ് ഡിജിറ്റുകളായിരുന്നു നോക്കിയത്.
ആദ്യ കേസിൽ ഓൾട്ടർനേറ്റ് ആണെങ്കിൽ അത് ഒറ്റ സംഖ്യയുടെ ശ്രേണിയും, മറ്റേത് 2, 4, 6, 8 ആ വ്യത്യാസം ഈവൻ നമ്പറിൻ്റെ ഒരു ശ്രേണിയായിട്ട് മാറുന്നൊരു കേസാണ് നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. 2, 5, 10, 17, 26 ഡാഷ്. ഇതെന്തെങ്കിലും നമുക്കൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. 2, 5 2ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. 5ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം ഞാൻ ചുമ്മാ ഒന്ന് എഴുതുവാണേ. ഇത് ശരിയാവുമെന്ന് നമുക്ക് അറിയത്തില്ല, ചുമ്മാ ഒന്ന് നോക്കാം. 2ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 3, 5ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം 5 ആണ്. ഇനി 10ഉം 17ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അത് 7 ആയിട്ട് കിട്ടി. ഓക്കെ, 17ഉം 26ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 17ഉം 10ഉം ആണെങ്കിൽ 27, അപ്പോൾ ഒന്ന് കുറച്ച് മതി, അപ്പോൾ 9. അപ്പോൾ ഇതേ നോക്കിയാൽ നമുക്ക് ഈ വ്യത്യാസം എത്രയാണ് നോക്കി? 3, 5, 7, 9. അപ്പോൾ അടുത്തത് ഏതായിരിക്കും വരേണ്ടത്? 11. അങ്ങനെയെങ്കിൽ 26ൻ്റെ കൂടെ 11 കൂട്ടിയാൽ നോക്കിയാൽ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഡിജിറ്റുകൾ മാത്രം നമ്മൾ കൂട്ടി. ഇവിടെ 11ൻ്റെ 1ഉം ഈ 26ലെ 6ഉം കൂടെ കൂട്ടി 6, 1, 7. അപ്പോൾ ഇവിടെ 7 അവസാന സംഖ്യ ഉള്ളത് ഏതാ? 37. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ. ഈ ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുന്നില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് കൂട്ടുവാണ്. 26ഉം 11ഉം കൂടെ കൂട്ടി 6, 1, 7, 2, 1, 3, 37. നിങ്ങൾ കുറച്ചുകൂടെ നമ്മൾ കാൽക്കുലേഷൻ കുറച്ചുകൂടെ സ്പീഡാവണം, ഇല്ലെങ്കിൽ നമുക്ക് സമയം അതനുസരിച്ച് നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ നമ്മൾ പറഞ്ഞ കേസിൽ ഡിജിറ്റുകളുടെ വ്യത്യാസം 3, 5, 7, 9, 11 അങ്ങനെ രീതിയിലേക്കാണ് പോയത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 37 ആണ് നമ്മുടെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. 7, 8, 18, 57, 57 ഡാഷ് 1165. ഇത് നമ്മുടെ കയ്യിലേക്ക് നിൽക്കാതെ വന്നൊരു സംഖ്യയാണെന്ന് തോന്നുന്നല്ലോ. അപ്പോൾ 7 നമുക്ക് ചുമ്മാ പൊതുവ്യത്യാസം ഒന്ന് നോക്കാം. 7 1 കൂട്ടി 8, 8ൻ്റെ കൂടെ 10 കൂട്ടിയപ്പം 18, 18ൻ്റെ കൂടെ 57 വന്നു, 57 വന്നു. അപ്പോൾ എത്രേൻ്റെ വ്യത്യാസം വരും? 18, 28, 38, 48, 58, ഒരു 39ൻ്റെ വ്യത്യാസം വന്നു. അപ്പോൾ ഇതൊരു രക്ഷയില്ലല്ലോ, ഇത് നമുക്ക് ശരിയാകുന്നില്ല. പൊതുവ്യത്യാസം എടുത്താൽ അത് ശരിയാകുന്നില്ല. പിന്നെ നോക്കി അത് വലിയ സംഖ്യയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതല്ല, ആ കൺസെപ്റ്റ് അല്ല, പൊതുവ്യത്യാസം അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതല്ല, നമ്മളുടെ അടുത്ത കൺസെപ്റ്റിലേക്ക് നമ്മൾ ചിന്തിക്കാൻ പോവുക. 7 8 ആയിട്ട് മാറണം, 8 18 ആയിട്ട് മാറണം. അപ്പോൾ നമ്മൾ നോക്കി എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നമ്മൾ നോക്കി. 7 7 8 18 57 ഇവിടം വരെ ഇരിക്കട്ടെ, നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ 7 18 ആയിട്ട് മാറി. അപ്പോൾ 7ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോഴാണ് നമുക്ക് 8 കിട്ടിയത്. ഇനി 8ൻ്റെ കൂടെ 18 കിട്ടണമെങ്കിലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? ഇനി 8 × 2, 8 2 16ഉം 2ഉം 18 വരും. 18 × 7 × 1 + 1 അത് 8 കിട്ടും. 8 × 2 + 2 8 2 16 2 18. 8 × 3 + 3 18 3 54ആണ്. 54ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 57 വരണം. അപ്പോൾ ഏകദേശം നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് അല്ലെങ്കിൽ നമ്മൾ അടുത്ത് ആൻസറിലേക്ക് എത്തിയോ എന്നൊരു സംശയമുണ്ട്. 57 വന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, 1 ഗുണിച്ചു 1 കൂട്ടി, 2 ഗുണിച്ചു 2 കൂട്ടി, 3 ഗുണിച്ചു 3 കൂട്ടി. അങ്ങനെയെങ്കിൽ അടുത്ത് ഏത് വരണം? 57ൻ്റെ കൂടെ 4 ഗുണിച്ചിട്ട് 4 ഒന്ന് കൂട്ടി നോക്കാം നമുക്ക് ശരിയാവുമോ ഇല്ലയെന്ന്. അപ്പോൾ ഇവിടെ ആൻസർ ഒന്ന് നോക്കണേ. 2 കേസിൽ 4ൽ അവസാനിക്കുന്നുണ്ട്, ഒരിടത്ത് 2ൽ അവസാനിക്കുന്നുണ്ട്, ഒരിടത്ത് 8ലാണ് ആൻസറിൻ്റെ ഏറ്റവും അവസാനിക്കുന്നത്. അപ്പം നമ്മളിവിടെ നിന്ന് ആൻസർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നില്ല. 7 4 28 ആണെന്നറിയാം, 8ൽ അവസാനിക്കുന്നു. 7 × 4 28ആണ്, അപ്പോൾ 8ൽ അവസാനിച്ചു. ഒരു 4 കൂട്ടി, അവസാന സംഖ്യയോട് 4 കൂട്ടി. ഇവിടെ 2ൽ അവസാനിക്കാൻ പാടുള്ളൂ. ഓക്കെ, 8 4 12, 2ൽ ആൻസറിൻ്റെ അവസാനം 2ൽ അവസാനിക്കണം. ഇവിടെ ഒരു ആൻസറേ ഉള്ളൂ, ഓപ്ഷൻ ബി 2ൽ അവസാനിക്കുന്നതുള്ളൂ. അപ്പോൾ 232. ഇത് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല, ഒരു കാരണവശാലും ഞങ്ങളിത് വിശ്വസിക്കത്തില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളിന്ന് ചെയ്യാം. അപ്പോൾ 57 × 4, 7 4 28, 2 I 4 20 2 22. അതിൻ്റെ കൂടെ 4 നമ്മൾ കൂട്ടുന്നു. 8 4 12, 2 1 3, 232. അത് ശരിയായല്ലോ. അപ്പോൾ 232 കറക്റ്റാണ്. ഇനി 232ൻ്റെ അപ്പോൾ ഇത് പാറ്റേൺ നമ്മൾ 4ആണ്. ഇനി 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇത് അവസാനത്തെ ഇത് കിട്ടുമോ എന്നറിയാലോ. I2 10 ശിഷ്ടം 1, I3 15 16 ശിഷ്ടം 1, I2 10 11. അതിൻ്റെ കൂടെ നമ്മൾ 5 കൂട്ടി 1165.
അപ്പോൾ നമ്മുടെ ഈ പാറ്റേൺ കറക്റ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോണം. ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റ് ഡിജിറ്റിൻ്റെ ആ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് ഓർത്ത് വെക്കാമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കേസിൽ ഉപകാരം വരുന്ന കേസായിരിക്കും. നിങ്ങൾ ഒരുപാട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോകേണ്ട. ഓപ്ഷൻ നോക്കുക. ഓപ്ഷനകത്ത് ഇങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ നമ്മുടെ ആൻസറിലേക്ക് എത്താൻ മാർഗം ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഓപ്ഷൻ പലതാണെങ്കിൽ നമ്മൾ ഒന്നും നോക്കണ്ട, ലാസ്റ്റ് ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. അത് ഓപ്ഷൻ വ്യത്യാസമാണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എല്ലാ കേസിലും ഇപ്പം 172, 222, 232 ആയിരുന്നെങ്കിൽ നമ്മൾ ഇത് ഫുള്ളൊന്നും ചെയ്ത് നോക്കാതെ പറ്റത്തില്ല. നമുക്ക് മിക്ക കേസിലും നമുക്ക് PSCയിൽ അല്ലെങ്കിൽ SSCയിൽ അല്ലെങ്കിൽ റെയിൽവേയിലൊക്കെ ഒരുമാതിരിപ്പെട്ട എക്സാമുകളിലെല്ലാം നമുക്ക് ഇതുപോലെ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് ആഡ് ചെയ്ത് എടുക്കാനുള്ള കേസേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആൻസർ 232. അപ്പം പാറ്റേൺ ഒന്നുകൂടെ നമ്മൾ പറയുകയാണെങ്കിൽ 7 × 1 + 1, അടുത്തത് × 2 + 2, അടുത്തത് × 3 + 3, അടുത്തത് × 4 + 4, അടുത്തത് × 5 + 5. ഓക്കെ, കിട്ടിയില്ലേ? ആൻസർ 232 ആയിരിക്കും.